ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പം എന്താണെന്ന് അറിയിക്കില്ലേ. അപ്പം നമ്മളിന്ന് പോകുന്നത് ബുർജ് ഖലീഫ അറ്റ് ദ ടോപ്പിലോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് യൂണിയനിലാണ്. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം നമുക്ക് ദുബായ് മാളിൽ പോകാൻ. അപ്പോൾ നമുക്ക് പോകാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് പ്ലാറ്റ്ഫോം 2 പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെട്രോ കയറിയിട്ട് ദുബായ് മാളിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ദുബായ് മാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമ്മൾ മാക്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത് ഇൻസ്റ്റഗ്രാം വഴി ഒരു റീൽസ് കണ്ടതാട്ടോ. അപ്പോൾ അതിലിങ്ങനെ നോക്കിയപ്പം ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. നമുക്ക് ഒരു പേഴ്സണിന് 99 AD വരുന്നത്. നമുക്ക് ടൈം വന്നിട്ട് 7 മണിയായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയത് ഒരു 5-5:30 പിന്നെ നമ്മൾ കുറച്ച് അതിലൂടെയൊക്കെ നടന്നതിന് ശേഷം അതിൻ്റെ ബുർജ് ഖലീഫേൻ്റെ ഒരു അറ്റ് ദ ടോപ്പിലോട്ട് പോകുന്നതിൻ്റെ എൻട്രൻസ് ഉണ്ട്, അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ക്യൂവും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ എന്ന്. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ക്യൂലോട്ട് നോക്കുമ്പോഴേക്കും അപ്പോഴത്തേക്ക് ഒരുപാട് ക്യൂ ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ക്യൂ ആണ്, അതായത് ഓൺലൈനായിട്ടുള്ളവർക്കും അല്ലാണ്ടുള്ളവർക്കും ഉള്ള ക്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ കിട്ടി. ഇവിടുന്നൊരു ചെറിയൊരു ചെക്കിങ് ഉണ്ട്, അതായത് നമ്മളെ ID കൊടുക്കാനും പിന്നെ നമ്മുടെ ടിക്കറ്റ് ഒന്ന് അവർ സ്കാൻ ചെയ്യാനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോയി. സത്യം പറയാമല്ലോ, ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ. അപ്പം ഇത് പോകുന്ന വഴി ഇവിടെ ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊത്ത മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ആ പാട്ടൊക്കെ മ്യൂട്ട് ആയിട്ടാണ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ കുറച്ച് നേരത്തെ പോയിനെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ കയറായിരുന്നു. പക്ഷേ ടൈം അവിടെ കുഴപ്പമില്ലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു 5:45 ഉള്ളിലോട്ട് കയറിയത്. അങ്ങനെ ഉള്ളിൽ കയറി ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടു ലാസ്റ്റ്, അതായത് തുടങ്ങുന്നത് തൊട്ട് അതിൻ്റെ ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർഷവും കാര്യങ്ങളൊക്കെ ലെവലൊക്കെ എത്ര വരെ എത്തുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതായത് തുടക്കം തൊട്ട് അതിൻ്റെ മുകളിൽ വരെയുള്ള ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് അവർ കാണിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് 1 തൊട്ട് 124 വരെയുള്ള ഫ്ലോറിൽ കാണാനാണ് പോകുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ അവിടുന്ന് ലിഫ്റ്റ് കയറണം. അതിൻ്റെ കുറച്ച് പേരൊക്കെ ആയാലാണ് ലിഫ്റ്റിൽ കയറാൻ പറ്റുന്നല്ല, അതിൽ കയറി നമുക്ക് ഓരോ ഫ്ലോറിലോട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. നല്ല സ്പീഡിലാണ് ആ ഒരു ലിഫ്റ്റ് പോകുന്നത്. നമുക്ക് അവിടെ സൈഡിലായിട്ട് അവരിങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആ ഒരു സൈഡ് വന്നിട്ട്. നമ്മൾ അത്യാവശ്യം ആളൊക്കെ ആയപ്പോൾ അവർ അതിൽ കയറി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഈ സൈഡിലൊക്കെ ഒരുപാട് സ്ക്രീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ. നമ്മൾ ഇതിൻ്റെ ഒരു 2-3 ഡേയ്സ്, അതായത് ഈ ഒരു ഓഫർ കഴിയുന്നതിന് ഒരു 2-3 ദിവസമാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ തന്നെ കണ്ടു, നമ്മൾ ഡീറ്റെയിൽസൊക്കെ നോക്കി അങ്ങനെയാണ് വന്നത്. നല്ല സ്പീഡിലാണ് ഈ ഒരു സംഭവം പോകുന്നത്, നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 124 ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ, അതായത് ഫോട്ടോസൊക്കെ എടുക്കാനും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. അതായത് നമുക്ക് താഴെ നിന്ന് ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതും കുഞ്ഞു ഉറുമ്പുകൾ പോകുന്ന പോലെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു.
നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ താഴോട്ട് നോക്കുന്ന അതേ ഒരു വ്യൂ ആണ് നമുക്കിവിടെ വന്നപ്പം കാണാൻ പറ്റിയത്. അതിന് തൊട്ട് സൈഡിലായിട്ട്, അതായത് ബാക്കിലായിട്ട് വിങ്സൊക്കെ വെച്ചിട്ട്, അതായത് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ ഈ ഒരു വിങ്സിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് കോയിൻസ്, അതായത് ബുർജ് ഖലീഫിൻ്റെ ആ ഒരു മോഡലിൽ കോയിൻസ് കിട്ടും. അതിന് 10 രൂപ എങ്ങാണ്ടാണ് വരുന്നത്, അതായത് 10 AD ആണ് വരുന്നത്. പിന്നെ രാത്രിയുള്ള വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് 2 വ്യൂ കിട്ടി, കാരണം നമ്മൾ ആ ഒരു ടൈം കയറിയോണ്ട് നമുക്ക് നൈറ്റുള്ളതും അതുപോലെ തന്നെ ഒരു വെളിച്ചമുള്ള വ്യൂവും കിട്ടി. പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരിട്ട് മുകളിലോട്ട് പോയിട്ടോ. അവിടെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതായത് അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ, നടക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ചെതറും അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷം. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു സൈഡിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിങ്സിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ബുക്കിൻ്റെതും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ വന്ന സമയത്ത് ഒരു കുഞ്ഞു വാവ അതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഉണ്ടായിരുന്നു, അവർ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പേര് അതിലൂടെ നടക്കുന്നത് കണ്ടു. പിന്നെ താഴെ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ഒരുപാട് പേര് ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ചെതറുന്ന സൗണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു ചുറ്റുപാട് ഫുള്ള് കറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് പോവാണ്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ മുകളിൽ പോയി നമുക്ക് താഴോട്ടൊക്കെ കാണാൻ പറ്റുക, അടിപൊളിയായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.